ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ആൻറ്റി ഗ്ലോബുലിൻ ടെസ്റ്റ് നോക്കാം. ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിൻ ടെസ്റ്റ് ഇതിൽ ഡയറക്റ്റ് മെത്തേഡുണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോൾ കൂംബ്, മൗറൻറ്റ് ആൻഡ് റേസ് ഇൻ 1945 ഇത് കണ്ടുപിടിച്ചത്. അതായത് ഇൻകംപ്ലീറ്റ് ആൻറ്റിബോഡീസ് സിറത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്, ആൻറ്റി ഗ്ലോബുലിൻ ടെസ്റ്റ്. ഇതിൽ ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. ഇതിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ റെഡ് ബ്ലഡ് സെൽസ് കോട്ടഡ് വിത്ത് ഇൻകംപ്ലീറ്റ് ആൻറ്റിബോഡി IgG or C3 component of the complement either in vivo as in indirect antiglobulin test as in direct antiglobulin test or in vitro as in indirect test will be agglutinated by the anti-human globulin reagent binding to the IgG antibodies coating the cells. The anti-human antibody combines with the Fc portion of antibody molecule which is present on the red cells sensitizing immunoglobulin and not with the red cell antigen itself. The two FAB region of the anti-human globulin molecule attached to Fc portion of two sensitizing antibodies, bridging the gap between adjacent antibody coated cells to produce visible agglutination. Cells that have no attached immunoglobulins are not agglutinated. അതൊന്നുമല്ല, റെഡ് ബ്ലഡ് സെൽസ് ആർ കോട്ടഡ് വിത്ത് ഇൻകംപ്ലീറ്റ് ആൻറ്റിബോഡി or C3 component of the complement either in vivo or in vitro can be detected by anti-human globulin test. അതായത് ശരീരത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ഓട്ടോ ആൻറ്റിബോഡീസോ അല്ലെങ്കിൽ HDN ആ കേസിലൊക്കെ ശരീരത്തിൽ അകത്ത് നമുക്ക് ആൻറ്റിബോഡീസ് കാണാം. അത് വലിയ എഫക്റ്റീവ് അല്ലാത്ത ആൻറ്റിബോഡീസ് ആയതുകൊണ്ട് ചിലപ്പോൾ RBCയുടെ ആൻറ്റിജനെ സെൻസിറ്റൈസ് ചെയ്തിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ലൈസിസ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനത്തെ കേസിൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലൈസിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇൻ വൈവോ ആൻറ്റിബോഡി സെൻസിറ്റൈസേഷൻ RBCയിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് അഗ്ലൂട്ടിനേഷൻ ആൻറ്റി ഗ്ലോബുലിൻ ടെസ്റ്റും നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ക്രോസ് മാച്ചിങ് ചെയ്ത് നോക്കില്ലേ, അപ്പോൾ നമുക്ക് അഗ്ലൂട്ടിനേഷൻ കിട്ടിയില്ല, കോമ്പാറ്റിബിലിറ്റിയാണ് കാണിക്കുന്നത്. പക്ഷേ എന്നാലും നമ്മൾ ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിൻ ടെസ്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഇൻകംപ്ലീറ്റ് ആൻറ്റിബോഡീസ് സെൻസിറ്റൈസ് ചെയ്തിട്ടുണ്ടോ, നമുക്ക് അഗ്ലൂട്ടിനേഷൻ കിട്ടിയില്ല, ഒബ്സർവബിൾ അല്ല എന്നതുകൊണ്ട് നമുക്ക് ആൻറ്റിബോഡി ഇല്ലയെന്ന് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇൻവിട്രോ ക്രോസ് മാച്ചിങ് ചെയ്യാനുള്ള ഡോണർ ആൻഡ് റെസിപ്പിയൻസിൻ്റെ റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് സിറം വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്ത് നോക്കും, ഏതാ ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിൻ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിന് അവിടെ നമ്മൾ ചെയ്യുന്നത് സിറം ആയിരിക്കും, നമ്മൾ സിറത്തിൽ ആൻറ്റിബോഡി ഉണ്ടോ എന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. അത് ഇൻഡയറക്റ്റ് ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിൻ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻ വൈവോ സെൻസിറ്റൈസേഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും, ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻ വിട്രോ സെൻസിറ്റൈസേഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും. ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ എടുക്കുന്നത് ടെസ്റ്റ് റെഡ് സെൽസ് ആണ്. ഇൻഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ എടുക്കുന്നത് സിറോ ആണ്. അപ്പോൾ ആൻറ്റി ഹ്യൂമൻ ഈ പിക്ചർ നോക്കണേ, RBC ഉണ്ട്, ഇത് സെൻസിറ്റൈസേഷൻ. ഈ ഒരു FC പോർഷൻ മാത്രം ഇങ്ങനെ അറ്റാച്ചായി വരയ്ക്കുന്നത് യൂഷ്വലി സെൻസിറ്റൈസേഷൻ കാണിക്കാനാണ്. രണ്ട് FC പോർഷനും ബൈൻഡ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള പിക്ചറൊക്കെ അഗ്ലൂട്ടിനേഷൻ കാണിക്കുമ്പോഴായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഈ സെൻസിറ്റൈസ്ഡ് ആൻറ്റിബോഡി കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിൻ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് പോയിട്ട് FC പോർഷനിൽ ബൈൻഡ് ചെയ്തിട്ട് നമുക്ക് അഗ്ലൂട്ടിനേഷൻ തരും. ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിൻ റിയേജൻറ്റ് 2 ടൈപ്സ് ഉണ്ട്. പോളിസ്പെസിഫിക് ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിൻ ഉണ്ട്, മോണോസ്പെസിഫിക് ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിൻ ഉണ്ട്. അത് നേരത്തെ പഠിച്ചതുപോലെ നമ്മുടെ യൂഷ്വലി ലിംഫോസൈറ്റ് ആണല്ലോ, B ലിംഫോസൈറ്റ് ആണല്ലോ. അതിൽ ഒരേ തരത്തിലുള്ള B ലിംഫോസൈറ്റിൽ നിന്ന് നമ്മൾ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുവാണെങ്കിൽ അതിനെ നമ്മൾ മോണോസ്പെസിഫിക് എന്ന് പറയും. അല്ലാത്തതിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പക്ഷേ സെയിം
ആൻറ്റിബോഡിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിൻ ആൻറ്റിബോഡീസ് സിന്തസൈസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ പോളിസ്പെസിഫിക് അല്ലെങ്കിൽ പോളിക്ലോണൽ എന്ന് പറയും. പോളിസ്പെസിഫിക് AHG reagent usually contains anti-IgG and anti-C3d but may also contain anti-C3b and anti-C4b. ഇതൊക്കെ കോംപ്ലിമെൻറ്റ് നമ്പർ 3 C3 കോംപ്ലിമെൻറ്റിൻ്റെ ഓരോ പോർഷനാണ് ഈ C3d എന്ന് പറയുന്നതും C3b എന്ന് പറയുന്നതും C4b എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ് 4ൻ്റെ ഒരു പോർഷൻ, ബി എന്ന് പറയുന്നത് ഒരു പോർഷൻ. അപ്പോൾ ഈ പോളിസ്പെസിഫിക് AHG റിയേജൻ്റ് എന്ന് പറയുന്നത് anti-IgG ഓഫ് ആ പർട്ടിക്കുലർ ആൻറ്റിബോഡിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഒരു ചില കോംപ്ലിമെൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസും ആണ് ഈ AHG റിയേജൻസിലുള്ളത്. പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് ആൻറ്റിഗ്ലോബുലിൻ ടെസ്റ്റ്സ്. Direct antiglobulin test. Direct test is used to detect the in vivo sensitization. Diagnosis of hemolytic disease in newborn. Diagnosis of autoimmune hemolytic anemia. Investigation of drug-induced red cell sensitization. Investigation of hemolytic transfusion reaction. ഈ drug-induced red cell sensitization ആണ് പോപ്പുലർലി കാണപ്പെടുന്ന ഒരു സംഭവം. പിന്നെ indirect antiglobulin test is used to detect the presence of incomplete antibodies and complement binding antibodies in the serum after coating red cells in vitro. ഇത് എപ്പോഴൊക്കെയാണ് ഇൻ വിട്രോ സംഭവിക്കുന്ന കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിൻ്റെ സമയത്ത് സ്ക്രീനിങ് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അൺഎക്സ്പെക്റ്റഡ് ആൻറ്റിബോഡീസ് ഇൻ സിറം, ഡിറ്റക്ഷൻ ഓഫ് റെഡ് സെൽ ആൻറ്റിജൻ, അതായത് ഈ ആൻറ്റിജൻസ് ഒക്കെ ഇല്ലേ നമ്മുടെ അതർ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ പഠിച്ച FIA, FIB, KA, JKA, JKB, ഇവർക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള anti-FIA, anti-FIB, anti-KA, anti-JKA, anti-JKB ഒക്കെ ആഡ് ചെയ്തിട്ട് അഗ്ലൂട്ടിനേഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെ അഗ്ലൂട്ടിനേഷൻ നമുക്ക് കിട്ടിയില്ല. ബിക്കോസ് ഇതിൻ്റെ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് കുറവാണല്ലോ. സെൻസിറ്റൈസ് ചെയ്യിപ്പിക്കാനുള്ള കഴിവേ ഈ ആൻറ്റിജൻസിനൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നാലും അവിടെ ഇൻകംപ്ലീറ്റ് ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാം. പിന്നെ കൺട്രോൾ സെൽസ് ഫോർ AHG ടെസ്റ്റ് ഏതൊക്കെയാണ്? കൺട്രോൾ സെല്ല് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് സെൻസിറ്റൈസ് ORH പോസിറ്റീവ് സെൽസ് ആണ്. അതായത് O പോസിറ്റീവ് സെൽസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ 2 to 4% സെൽ സസ്പെൻഷൻ ഉണ്ടാക്കും. Positive cells are used as Coombs control cells and are added to a negative reaction to test the efficacy of anti-human globulin reagent. നമ്മൾ ഉപയോഗിച്ച ആൻറ്റി-ഹ്യൂമൻ ഗ്ലോബുലിൻ ചിലപ്പോൾ വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ അത് അഥവാ ഇൻകംപ്ലീറ്റ് ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിലും ബൈൻഡ് ചെയ്യില്ല, അഗ്ലൂട്ടിനേഷൻ തരില്ല. അപ്പോൾ നമ്മൾ RH പോസിറ്റീവ് ബ്ലഡ് സെൽസ് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. വർക്കിംഗ് അല്ലെങ്കിൽ അപ്പോഴും അഗ്ലൂട്ടിനേഷൻ തരത്തില്ല. പ്രിപ്പറേഷൻ ഓഫ് IgG കോട്ടഡ് പോസിറ്റീവ് കൺട്രോൾ സെൽസ്. പ്രിപ്പറേഷൻ ഓഫ് IgG കോട്ടഡ് പോസിറ്റീവ് കൺട്രോൾ സെൽസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് വേണ്ടത് ടെസ്റ്റ് ട്യൂബ് വേണം, ഗ്രൂപ്പ് RH പോസിറ്റീവ് സെൽസ് വേണം, ആൻറ്റി-D സിറം, IgG ടൈപ്പ് ഓർ ബ്ലെൻഡഡ് IgM, IgG മോണോക്ലോണൽ ഓർ പോളിക്ലോണൽ ആൻറ്റി-D, ഇതിലേത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഡൈല്യൂഷൻ റേഷ്യോ മാറും. ആൻറ്റി-ഹ്യൂമൻ ഗ്ലോബുലിൻ റിയേജൻറ്റ് വേണം, സലൈൻ വേണം. ഓക്കെ, ഇവിടെ മെത്തേഡ് അതായത് IgG കോട്ടഡ് ORH സെൽസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വാഷ് ദ O പോസിറ്റീവ് സെൽ 3 times in saline. ടേക്ക് 0.5 ml ഓഫ് വാഷ്ഡ് സെൽ. പിന്നെ അത് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് പാക്കഡ് സെല്ലാക്കും. പിന്നെ ആ പാക്കഡ് സെല്ലിൽ നിന്ന് ആഡ് 2 to 3 drops ഓഫ് ആൻറ്റി-D.
നമ്മൾ ആഡ് ചെയ്യും. ഈ ആൻറ്റി ഡി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കോൺസെൻട്രേറ്റഡ് ആൻറ്റി ഡി അല്ല, 1:4 ഡൈലൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യും. സെലക്ട് ദ ഡൈലൂഷൻ ഓഫ് ആൻറ്റി ഡി ഇൻ കേസ് പോളിക്ലോണൽ ആൻറ്റി ഡി ഓർ ബ്ലെൻഡഡ് IgM IgG ആൻറ്റി ഡി ആണെങ്കിൽ 1:4 ഡൈലൂഷൻ വിച്ച് only cause the red cells but does not agglutinate them at 37°C. ഓക്കെ, അപ്പോൾ ആൻറ്റി ഡി IG പോളിക്ലോണൽ ആൻറ്റി ഡി അല്ലെങ്കിൽ ബ്ലെൻഡ് IgG IgM ആൻറ്റി ഡി ആണെങ്കിൽ നമ്മൾ 1:4 ഡൈലൂഷൻ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ 2 to 3 ഡ്രോപ്സ് ആഡ് ചെയ്യും. Okay, mix and incubate at 37°C for 30 minutes. If there is agglutination, repeat the procedure using more diluted anti-D. Wash the cells 4 times and then make 5% cell suspension in saline. അതായത് ആൻറ്റി ഡി ആഡ് ചെയ്തിട്ട് 4 ടൈം വാഷ് ചെയ്തിട്ട് ഇവിടെ 0.5 ml പാക്ക്ഡ് സെൽസിൽ നമ്മൾ 1:4 ഡൈലൂഷൻ ഓഫ് ആൻറ്റി ഡി 2 to 3 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ 4 ടൈം സലൈൻ വെച്ച് വാഷ് ചെയ്തിട്ട് 5% സെൽ സസ്പെൻഷൻ ഉണ്ടാക്കും. അതായത് ഒരു ബ്രിക്ക് റെഡ് കളർ വരുന്നവരെ നമ്മൾ വാഷ് ചെയ്യും. ടേക്ക് 1 വോള്യൂം ഓഫ് 5% സെൽ സസ്പെൻഷൻ, 2 വോള്യൂം ഓഫ് AHG റിയേജൻറ്റ്, അതായത് 1 ഡ്രോപ്പ് എടുക്കുക, 2 ഡ്രോപ്പ് AHG എടുക്കുക, 1 ഡ്രോപ്പ് 5% സെൽ സസ്പെൻഷൻ എടുക്കുക, 2 ഡ്രോപ്പ് AHG റിയേജൻറ്റ് എടുക്കുക, മിക്സ് ചെയ്യുക, സെൻട്രിഫ്യൂജ് ചെയ്യുക. ദർ ഷുഡ് ബി 2+ റിയാക്ഷൻ നമുക്ക് കിട്ടണം, 2+ അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ നമുക്കവിടെ കിട്ടണം. ഓക്കെ, 2+ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ 4+ അല്ല, 2+ നമുക്കവിടെ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് സെൻസിറ്റൈസ് ആയിട്ടുള്ളൂ എന്ന് നമുക്ക് ഉറപ്പാക്കാം. ദീസ് സെൻസിറ്റൈസ് സെൽസ് ക്യാൻ ബി സ്റ്റോർഡ് അറ്റ് 4°C ഫോർ 48 hours. നിങ്ങൾക്ക് എക്സാമിന് പ്രാക്ടിക്കൽസിനൊക്കെ പരീക്ഷയുടെ തലേന്നൊക്കെ നമുക്കിത് ചെയ്ത് 4°C സ്റ്റോർ ചെയ്ത് വെക്കാം. ഡയറക്റ്റ് ആൻറ്റി ഗ്ലോബുലിൻ ടെസ്റ്റിന് വേണ്ട എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. ടെസ്റ്റ് റെഡ് സെൽസ് ആണ് വേണ്ട, ടെസ്റ്റ് ട്യൂബ് വേണം, ടെസ്റ്റ് റെഡ് സെൽസ് വേണം, ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിൻ റിയേജൻറ്റ് വേണം, പോസിറ്റീവ് കൺട്രോൾ സെൽസ് വേണം. ഇവിടെ മെത്തേഡ് എന്ന് പറയുമ്പോൾ പ്ലേസ് 1 ഡ്രോപ്പ് ഓഫ് 2 to 4% സെൽ സസ്പെൻഷൻ ടു ബി ടെസ്റ്റഡ് ഇൻ എ ക്ലീൻ പ്രീ-ലേബിൾഡ് ടെസ്റ്റ് ട്യൂബ്. സിറം ഷുഡ് ബി ഫ്രഷ് നോർമൽ, അതായത് ഈ ലൈൻ അങ്ങ് വിടുക, ഇത് വായിക്കുമ്പോൾ കൺഫ്യൂസ് ആവും. പ്ലേസ് 1 ഡ്രോപ്പ് ഓഫ് 2 to 4% സെൽ സസ്പെൻഷൻ ടു ബി ടെസ്റ്റഡ് ഇൻ എ ക്ലീൻ പ്രീ-ലേബിൾഡ് ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ചെയ്യേണ്ട റെഡ് സെൽസിൻ്റെ 2 to 4% സെൽ സസ്പെൻഷനിൽ 1 ഡ്രോപ്പ് നമ്മൾ എടുത്തു. വാഷ് ദ സെൽ 3 times വിത്ത് saline and decant the final wash completely. Add 1 to 2 drop of AHG reagent. Mix and centrifuge at 1000 RPM for 1 minute. Gently shake the tubes. Read and record the result. If the test result is negative, add 1 drop of control cell. അതായത് AHG വർക്കിംഗ് അല്ലെങ്കിലും നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മിക്സ് ആൻഡ് സെൻട്രിഫ്യൂജ് അറ്റ് 1000 RPM for 1 minute and look for agglutination. If no agglutination is seen, the result is invalid. അതായത് ഇവിടെ പ്ലേസ് 1 drop of 2 to 4% cell suspension to be tested in a clean pre-labeled test tube അല്ലേ. പിന്നെ വാഷ് ദ സെൽസ്, അതായത് ഈ RBCയിൽ നമ്മൾ ഓൾറെഡി സെൻസിറ്റൈസ്ഡ് ആൻറ്റിബോഡീസ് ഇൻവൈവോ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണല്ലോ നമ്മുടെ അസംഷൻ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് AHG ആഡ് ചെയ്യും. ഇവിടെയുള്ള വാഷ് ദ സെൽ 3 times വിത്ത് സാലിൻ ആൻഡ് ഡീകാൻറ്റ് ദ ഫൈനൽ വാഷ് കംപ്ലീറ്റ്ലി. ഇത് നിങ്ങൾ പഠിക്കുക, പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ പ്രൊസീജിയറിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, പിന്നെ AHG ആഡ് ചെയ്തു, സെൻട്രിഫ്യൂജ് ചെയ്തു, അഗ്ലൂട്ടിനേഷൻ ഉണ്ടോ എന്ന് നോക്കി. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് സെൽസ് ആഡ് ചെയ്തു, 1000 RPM 1 minute സെൻട്രിഫ്യൂജ് ചെയ്തു, അഗ്ലൂട്ടിനേഷൻ ഉണ്ടോ എന്ന് നോക്കി. ഈ അഗ്ലൂട്ടിനേഷൻ ഇല്ലെങ്കിൽ ടെസ്റ്റ് ഇൻവാലിഡ് ആണ്, അഗ്ലൂട്ടിനേഷൻ ഉണ്ടെങ്കിൽ ടെസ്റ്റ് വാലിഡ് ആണ്, ആൻറ്റിബോഡി ഒന്നും ഇല്ല എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഇൻഡയറക്റ്റ് ആൻറ്റി ഗ്ലോബുലിൻ ടെസ്റ്റിൽ നമുക്ക് വേണ്ടത്
ടെസ്റ്റ് ട്യൂബ്, ടെസ്റ്റ് സിറം ആണ് ഇവിടെ. റിയേജൻറ്റ് O പോസിറ്റീവ് റെഡ് സെൽസ്, ആൻറ്റിഗ്ലോബുലിൻ റിയേജൻറ്റ് പോസിറ്റീവ് കൺട്രോൾ IgG കോട്ടഡ് റെഡ് സെൽസ്. ഇവിടെ ടേക്ക് 2 drops of serum to be tested in a pre-labeled tube. Add 1 drop of 2 to 4% suspension of reagent O cells. O cells ഓൾറെഡി നമുക്കറിയാവുന്ന O പോസിറ്റീവ് സെല്ലിൻ്റെ 2 to 4%. Incubate at 37 degrees Celsius for 45 to 60 minutes. Look for hemolysis or agglutination. Agglutination or hemolysis at this stage indicates presence of saline reacting antibody. Saline reacting antibody എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് ഒന്നുമല്ല, ഒന്ന് ആൻറ്റി എച്ച് അല്ലെങ്കിൽ ആൻറ്റി RH. If no hemolysis or agglutination is seen, wash the sample 3 or 4 times in saline and decant the last wash completely. Add ഈ വാഷ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ആഡ് ചെയ്ത സിറവും അല്ലെങ്കിൽ അൺവാണ്ടഡ് റിയേജൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാഷ് ചെയ്ത് കളയാനാണ്. ആഡ് 1 to 2 drop of AHG reagent to the washed cells and mix. Centrifuge the tubes at 1000 rpm for 1 minute. Gently shake the tube and look for agglutination. Record the result. If the test is negative, add 1 drop of control cell. Mix and centrifuge at 1000 rpm for 1 minute. Look for agglutination. If no agglutination is seen, the test is invalid and whole test procedure is repeated. Okay, അപ്പോൾ auto control should be kept with the IAT. ഒന്നുമില്ല, ഇവിടെ ടെസ്റ്റ് സിറമാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി നോൺ O പോസിറ്റീവ് ബ്ലഡ് സെല്ലിൻ്റെ 2 to 4 സെൽ സസ്പെൻഷൻ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ആഡ് ചെയ്തിട്ട് ഇൻക്യുബേറ്റ് ചെയ്യും. പിന്നെ അഗ്ലൂട്ടിനേഷൻ നോക്കും. അത് നമുക്കറിയാൻ പറ്റില്ലല്ലോ, കാരണം ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ AHG റിയേജൻറ്റ് ആഡ് ചെയ്തിട്ട് 1000 rpm 1 minute സെൻട്രിഫ്യൂജ് ചെയ്യും. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ O പോസിറ്റീവ് IgG കോട്ടഡ് സെൽസ് ആഡ് ചെയ്തിട്ട് അപ്പോൾ വീണ്ടും സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അഗ്ലൂട്ടിനേഷൻ നോക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ നെഗറ്റീവാണ്, റിയേജൻറ്റ് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അഗ്ലൂട്ടിനേഷൻ കിട്ടണം. ഓക്കെ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെൻസിറ്റിവിറ്റി ഓഫ് IAT എന്ന് പറയുന്നത് ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും അത് നല്ലതുപോലെ വർക്ക് ചെയ്യുന്നത്. സിറം സെൽ റേഷ്യോ എന്ന് പറയുന്നത് 2 to 4% സെൽ സസ്പെൻഷനുമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് 1 drop സെൽ സസ്പെൻഷൻ 2 drop ആൻറ്റിസിറ ആണ് ഉപയോഗിക്കുന്നത്. ഇതേ സ്ലൈഡ് മെത്തഡിൽ നമ്മൾ 1 drop സെൽ സസ്പെൻഷൻ 1 drop ആൻറ്റിസിറ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ബിക്കോസ് അവിടെ നമ്മൾ 5 to 10% സെൽ സസ്പെൻഷൻ ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ. അപ്പോൾ ഇൻക്യുബേഷൻ ടൈം സലൈൻ ആൽബുമിൻ എൻസൈം ടെക്നിക്കിന് 45 to 60 minutes ആണ്. ഫോർ ലിസ് സസ്പെൻഡഡ് സെൽസിന് 10 to 15 minutes ആണ്. ഈ ലിസ് എന്ന് പറയുന്നത് ഒന്നുമല്ല, സലൈന് പകരമുള്ള ഒരു റെഡിമെയ്ഡ് സൊല്യൂഷനാണ്. അതായത് ലോ അയണിക് സ്ട്രെങ്ത് സലൈൻ. ഓക്കെ, അത് ഉപയോഗിച്ച് നമുക്ക് ഇൻഡയറക്റ്റ് ആൻറ്റിഗ്ലോബുലിൻ ടെസ്റ്റ് ചെയ്യാം. സസ്പെൻഡഡ് മീഡിയം ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സസ്പെൻഡിങ് മീഡിയമാണ് നമ്മുടെ 22% ബോവൈൻ ആൽബുമിൻ എൻസൈം ഓർ ലിസ്. ഇതൊക്കെ യൂസ്ഫുൾ സസ്പെൻഡഡ് മീഡിയംസ് ആണ്. പിന്നെ ലോ അയണിക് സ്ട്രെങ്ത് സലൈൻ ഇൻഡയറക്റ്റ് ആൻറ്റിഗ്ലോബുലിൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം സലൈന് പകരം ഫുള്ള് ലിസ് ആണ് ഉപയോഗിക്കുന്നത്. ലിസ് റിയേജൻറ്റ്, റെഡിമെയ്ഡ് റിയേജൻറ്റ്. ഓക്കെ. വാഷ് ദ റെഡ് സെൽസ് ട്വൈസ് ഇൻ നോർമൽ സലൈൻ. വാഷ് ദീസ് സെൽസ് വൺസ് ഇൻ ലിസ്. മേക്ക് 2 to 4 സസ്പെൻഡ് റിയേജൻറ്റ് റെഡ് സെൽ സസ്പെൻഷൻ ഇൻ ലിസ്. ഓക്കെ. Take equal volume of serum and lis suspended cells in a test tube. Incubate for 15 minutes at 37 degrees Celsius. Emergency ആണെങ്കിൽ 5 minutes മതി. Remove the tube and look for hemolysis or agglutination if present. Record the result. If no agglutination is seen, wash the cell 3 times in saline and add 1 to 2 drop of AHG serum to the washed results. Centrifuge at 1000 rpm for 1 minute. Gently shake the tube and look for agglutination using optical aid. Record the result. സെയിം ആണ്. ഫസ്റ്റ് ടൈം നമ്മൾ സെൽ സസ്പെൻഷൻ ഉണ്ടാക്കുമ്പോൾ മാത്രം RBC അല്ല നോർമൽ സലൈനിൽ 3 times വാഷ് ചെയ്തിട്ട് പിന്നെ വൺസ് ലിസ് വെച്ചിട്ട് വാഷ് ചെയ്യുന്നു. പിന്നെ സെൽ സസ്പെൻഷൻ പ്രിപ്പറേഷന് ലിസ്സിലാണ്, ബാക്കിയൊക്കെ ലിസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് കിട്ടിയാൽ AHG ആഡ് ചെയ്യുന്നതും അതിൽ പിന്നെ നെഗറ്റീവ് കിട്ടിയാൽ നമ്മൾ IgG കോട്ടഡ് സെൽസ് ആഡ് ചെയ്യുന്നതൊക്കെ സെയിം പ്രൊസീജിയറാണ്. ഓക്കെ. അപ്പോൾ ഫാൾസ് നെഗറ്റീവ് വരാനുള്ള കാരണങ്ങളാണ്
inadequate washing of cells, delay of interruption of washing procedure, failure to add AHG reagent under centrifugation, too heavy or weak red cell suspension, prozone effect, insufficient incubation, AHG reagent and has lost potency. That has AHG reagent that has lost potency, presence of small fibrin clot among cells, false positive result എന്ന് പറയുമ്പോൾ agglutination of red cells before adding AHG reagent, over centrifugation, dirty glassware, leaching of silica and metallic ions in saline from glassware and from metal container, AHG reagent containing anti-human species antibody, AHG reagent containing anti-human species ആൻറ്റിബോഡി മനസ്സിലായില്ലേ? അതായത് ഓൾറെഡി AHGയിൽ ആൻറ്റി ഹ്യൂമൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സം ഇൻ്റർമീഡിയറ്റ് ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിൽ ഫാൾസ് പോസിറ്റീവ് കിട്ടാം. കോൾഡ്, അതായത് ഈ AH എന്ന് പറയുമ്പോൾ anti-C3b, anti-C4b, anti-C3 അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസും ആൻറ്റി ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസും ആണല്ലോ. അതല്ലാതെ വേറെ ഏതെങ്കിലും സ്പീഷീസ് ഓഫ് ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിൽ ഫാൾസ് പോസിറ്റീവ് കിട്ടാം. കോൾഡ് ഓട്ടോ ആൻറ്റിബോഡീസ് ഇൻ സാമ്പിൾ, യൂസിങ് ഇംപ്രോപ്പർ സാമ്പിൾ, സ്പോണ്ടേനിയസ് അഗ്ലൂട്ടിനേഷൻ, നോൺ സ്പെസിഫിക് അഗ്ലൂട്ടിനേഷൻ. ഓക്കെ, അപ്പോൾ സെൽഫ് അസസ്മെൻറ്റ് ഇതാണ് നമ്മുടെ ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിൻ ടെസ്റ്റ്. കൂൺസ് ടെസ്റ്റ് തന്നെയാണ് ഈ ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിൻ ടെസ്റ്റ്. ഡയറക്റ്റ് ടെസ്റ്റ് ഉണ്ട്, ഡയറക്റ്റ് കൂൺ ടെസ്റ്റ്, ഇൻഡയറക്റ്റ് കൂൺ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ DU ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ DU ടെസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ് പഠിച്ചത്? നമ്മൾ H ഡിഫിഷ്യൻറ്റ് ഫിനോടൈപ്പ് ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് നോക്കാം. ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിൻ ടെസ്റ്റ് ഈസ് പെർഫോംഡ് ടു ഡിറ്റക്ട് ഇൻകംപ്ലീറ്റ് ആൻറ്റിബോഡീസ്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൂൺസ് ടെസ്റ്റ്? എന്താണ്? ടു ഫൈൻഡ് ഔട്ട് ദ ഇൻകംപ്ലീറ്റ് ആൻറ്റിബോഡീസ് വെദർ ഇറ്റ് ഈസ് സെൻസിറ്റൈസ്ഡ് ഓർ ഡിസീസ് ഓർ not. We can find out the incomplete antibodies by adding anti-human globulin reagent അല്ലേ? ഇൻഡയറക്റ്റ് ടെസ്റ്റ് ഉണ്ട്, ഡയറക്റ്റ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ആൻറ്റി-ഹ്യൂമൻ ഗ്ലോബുലിൻ റിയേജൻറ്റ് അവൈലബിൾ? മോണോക്ലോണൽ ഉണ്ട്, പോളിക്ലോണൽ ഉണ്ട് അല്ലേ? മോണോസ്പെസിഫിക്, പോളിസ്പെസിഫിക്. വാട്ട് ഈസ് ദ റോൾ ഓഫ് കൂൺസ് കൺട്രോൾ സെൽസ് to find out the working of the AHG reagent is whether working or not അല്ലേ? അപ്പോൾ അതാണ് മെയിൻലി, അത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ഡയറക്റ്റ് ആൻറ്റി ഗ്ലോബുലിൻ ടെസ്റ്റ് ഇൻഡിക്കേറ്റ്സ് ആൻറ്റിബോഡി ഇൻ സിറം, ആൻറ്റിബോഡി ഓൺ റെഡ് സെൽസ്, ആൻറ്റിബോഡി ഓൺ റെഡ് സെൽസ് അത് കണ്ടുപിടിക്കാനാണ് അതാണ് നമ്മുടെ പോസിറ്റീവ് ആൻറ്റി ഗ്ലോബുലിൻ ടെസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ IIT എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ്. ഇനി ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ച് നോക്ക്. അഡീഷൻ ഓഫ് IgG coated cells to all negative reactions. IgG test is the way to monitor the AHG working അല്ലേ? Inadequate washing of red cells after incubation, IAT, may give rise to false negative result. Inadequate washing. അല്ലേ? ഓക്കെ, ഇനി ബാക്കി നിങ്ങൾ വായിച്ച് നോക്ക്. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വീണ്ടും പഠിക്കാം. ഓക്കെ, ബൈ.